ഭഗവതേ വാസുദേവായ. നമസ്കാരം. ഫാൽഗുന മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് പാപമോചനി ഏകാദശി. പാപമോചനി എന്നാൽ പാപങ്ങളിൽ നിന്നുമുള്ള മോചനം. പാപമോചനി ഏകാദശി എന്നാൽ പാപങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായി അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം. പാപമോചനി ഏകാദശി വ്രതത്തെക്കുറിച്ച് ഒരു കഥയുണ്ട്. പണ്ട് മേധാവി എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹം ചിത്രരഥ വനത്തിൽ താമസിച്ച് വ്രതവും ധ്യാനവും തപസ്സുമായി കാലം കഴിച്ചുകൂട്ടി. മനോഹരമായ പൂക്കളാലും സൗരഭ്യത്താലും ചെടികളാലും അലങ്കരിക്കപ്പെട്ട കാടായതുകൊണ്ട് അവിടെ പല അപ്സരസുകളും വരുമായിരുന്നു. അവരോടൊപ്പം ഇന്ദ്രനും വരുമായിരുന്നു. ഒരിക്കൽ മേധാവി മുനിയുടെ തപസ് കണ്ട് ഈ വിധം കഠിന തപം ചെയ്താൽ സ്വർഗം വരെ അദ്ദേഹം കീഴടക്കുമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ അപ്സരസുകളുടെ സഹായത്തോടെ മുനിയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. പല അപ്സരസുകൾ ശ്രമിച്ചിട്ടും തീവ്രഭക്തനായിരുന്ന മുനിയുടെ തപസ്സിളക്കാൻ സാധിച്ചില്ല. എന്നാൽ അപ്സരസുകളുടെ കൂട്ടത്തിൽ മഞ്ജുഘോഷ എന്ന അപ്സരസ് മേധാവി മുനിയിൽ ആകൃഷ്ടയായി മുനിയെ തപസ്സിൽ നിന്നും ഇളക്കാൻ ഉറച്ച് മുനിയുടെ ആശ്രമത്തിനു സമീപം തന്നെ താമസം തുടങ്ങി. അവിടെ ഇരുന്ന് തൻ്റെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ മധുരമായ ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു. മഞ്ജുഘോഷയുടെ ഗാനാലാപനം കേട്ട് നാരദർ പോലും അത്ഭുതപ്പെട്ടുപോയി. അത്ര മധുരതരമായിരുന്നു അത്. അങ്ങനെ നാരദർ മഞ്ജുഘോഷയെ സഹായിക്കാൻ തീരുമാനിച്ച് കാമാസ്ത്രമയച്ച് മുനിയുടെ തപസ്സിളക്കി മഞ്ജുഘോഷയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടു. അങ്ങനെ മേധാവിയും മഞ്ജുഘോഷയും തമ്മിൽ പ്രണയബദ്ധരാവുകയും ഒന്നിച്ചു ജീവിക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷം മഞ്ജുഘോഷയ്ക്ക് മുനിയോടൊപ്പമുള്ള ജീവിതം വിരസമായപ്പോൾ മുനിയെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായി. അത് മുനിക്ക് സ്വീകാര്യമായിരുന്നില്ല. എന്നാൽ മഞ്ജുഘോഷ നിർബന്ധം പിടിച്ചപ്പോൾ താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നെന്ന് മനസ്സിലാക്കിയ മുനി മഞ്ജുഘോഷയെ ശപിക്കുന്നു. തനിക്ക് പറ്റിയ അബദ്ധത്തിൽ വളരെയധികം വിഷമിച്ച മേധാവി മുനി തൻ്റെ പിതാവായ ച്യവന മഹർഷിയെ ചെന്നുകണ്ട് സങ്കടം പറഞ്ഞു. അങ്ങനെ ച്യവന മഹർഷിയുടെ ഉപദേശപ്രകാരം മേധാവി മുനിയും മഞ്ജുഘോഷയും പാപമോചനി ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ നിഷ്ഠയോടെ പാപമോചനി ഏകാദശി വ്രതം അനുഷ്ഠിച്ച് രണ്ടുപേരും പാപവിമുക്തരാവുകയും മുനി സന്തോഷത്തോടെ തൻ്റെ സന്യാസ ജീവിതം നയിച്ച് മോക്ഷം നേടുകയും മഞ്ജുഘോഷ പൈശാചിക രൂപം വെടിഞ്ഞ് ദേവലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. നമ്മൾ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാം കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷിക്കുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. അതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് തൻ്റെ പ്രജകളെ രക്ഷിക്കാനായി ഗോവർദ്ധനഗിരി വിരൽത്തുമ്പിൽ ഉയർത്തിയത്. ഗോവർദ്ധനഗിരിയെ വിരൽത്തുമ്പിൽ ഉയർത്തിയതിനാൽ ഗോവിന്ദനായി തീർന്ന ഭഗവാൻ. ബാലനായിരുന്നപ്പോൾ 7 ദിവസം ഗോവർദ്ധനം എന്ന ഗിരിയെ തൻ്റെ പിഞ്ചു വിരൽ കൊണ്ട് ഉയർത്തി നിർത്തി തൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിച്ച ഭഗവാൻ ഗോവിന്ദൻ. ഗോവർദ്ധനഗിരിയുടെ കഥ ഇങ്ങനെയാണ്. ദ്രോണാചലഗിരിയുടെ മകനാണ് ഗോവർദ്ധനഗിരി. ഗോവർദ്ധനഗിരി നന്മകളാൽ സമൃദ്ധമായിരുന്നു. നിറയെ സസ്യജാലങ്ങളും നീർച്ചാലുകളും പൂക്കളും എല്ലാം നിറഞ്ഞ സുന്ദരമായ ഇടം. ഒരിക്കൽ പുലസ്ത്യ മുനി തനിക്ക് തപസ്സു ചെയ്യാനായി ഗോവർദ്ധനഗിരി വേണമെന്നാഗ്രഹിച്ച് ദ്രോണാചലനോട് പോയി ചോദിച്ചു. തൻ്റെ മകനോട് ചോദിച്ച് അവന് താൽപ്പര്യമെങ്കിൽ മുനിക്ക് തപസ്സു ചെയ്യാമെന്ന് ദ്രോണാചലൻ പറഞ്ഞതനുസരിച്ച് മഹർഷി ഗോവർദ്ധനഗിരിയോട് അനുവാദം ചോദിച്ചു. പുലസ്ത്യ മുനിയുടെ കൂടെ തന്നെ കൊണ്ടുപോകാൻ ഗോവർദ്ധനഗിരി സമ്മതിക്കുന്നു. പക്ഷേ അത് ഒരു നിബന്ധനയുടെ പുറത്തായിരുന്നു. യാത്രക്കിടയിൽ എപ്പോഴെങ്കിലും തന്നെ താഴെ ഇറക്കിയാൽ ആ പ്രദേശത്ത് പിന്നീട് താൻ സ്ഥിരമായി തുടരുമെന്നുള്ളതായിരുന്നു ആ നിബന്ധന. മഹർഷി അത് സമ്മതിച്ചു. അങ്ങനെ ഗോവർദ്ധനഗിരിയെ തൻ്റെ മുതുകിൽ താങ്ങി മുനി യാത്ര തുടങ്ങി. നടന്ന് വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് ചിന്തിച്ച് സകലതും മറന്നുപോയ മഹർഷി വൃന്ദാവനത്തിലെത്തി അറിയാതെ ഗോവർദ്ധനത്തെ താഴെയിറക്കി. അതിന് മറ്റൊരു കാരണവുമുണ്ട്. തനിക്ക് തൻ്റെ തുടർന്നുള്ള കാലം വൃന്ദാവനത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ കൂടെയാവണമെന്ന് ഗോവർദ്ധനൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഗോവർദ്ധനം വൃന്ദാവനത്തിൽ നിലയുറപ്പിച്ചു. മുനിയും താനുമായുള്ള നിബന്ധന പ്രകാരം ഇനി ഒരടി പോലും മുന്നോട്ടു പോകില്ലെന്ന് ഗോവർദ്ധനം പറഞ്ഞു. അതിൽ കോപാകുലനായ മഹർഷി, ഇന്നു മുതൽ നിന്റെ വളർച്ച ഇല്ലാതെയായി ചെറുതായി കൊണ്ടിരിക്കും. 10,000 വർഷങ്ങൾ കഴിയുമ്പോൾ നീ ഒരു എള്ളിൻ തരി പോലെയാകും എന്ന് ശപിക്കുന്നു. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവനത്തിലെ ജനങ്ങളെ രക്ഷിച്ചതിന് പുറകിലെ കഥ ഇങ്ങനെയാണ്.
പണ്ട് വൃന്ദാവനത്തിലെ ജനങ്ങൾ നന്ദരാജൻ്റെ ഒപ്പം ഇന്ദ്രന് വലിയ പൂജകളും യാഗങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു. നല്ല മഴ ലഭിച്ച് നന്നായി കൃഷി നടത്തുവാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അവിടുത്തെ ജനങ്ങൾ പൂജകളും യാഗങ്ങളും നിർത്തി. അതിൽ കോപാകുലനായ ഇന്ദ്രൻ ശക്തമായ ഇടിമിന്നലും മഴയും കൊണ്ട് ജനങ്ങളെ വളരെ കഷ്ടത്തിലാക്കി. ജനങ്ങളെ രക്ഷിക്കാൻ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ വിരൽത്തുമ്പിൽ ഗോവർദ്ധനത്തെ ഉയർത്തി അതിൻ കീഴെ നിർത്തി ജനങ്ങളെ രക്ഷിച്ചു. ഇന്ദ്രൻ തൻ്റെ തെറ്റു മനസ്സിലാക്കി മഴയും ഇടിമിന്നലും പിൻവലിച്ച് പശ്ചാത്തപിച്ചു. ഇതേ ഗോവർദ്ധന പർവ്വതത്തിലാണ് ബാല്യകാലത്ത് ബലരാമനും കണ്ണനും കളികളുമായി കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത്. ഗോവർദ്ധനത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ്റെയും രാധയുടെയും ദിവ്യമായ പ്രണയം പൂവിട്ട് പന്തലിച്ചതും. അങ്ങനെ ഭഗവാൻ കൃഷ്ണന് വളരെ പ്രിയപ്പെട്ടതാണ് ഗോവർദ്ധനഗിരി. ഇപ്പോഴും ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധനഗിരി സന്ദർശിക്കുകയും അവിടെ കുറച്ച് ദിവസം താമസിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഈ പുണ്യസ്ഥലം സന്ദർശിക്കുന്നതിലൂടെ ഭക്തർക്ക് ആത്മീയ ബോധവും മനസ്സമാധാനവും ഉണ്ടാകും. നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാനും നല്ല ആരോഗ്യം കൈവരിക്കാനും അങ്ങനെ സാധിക്കുന്നു. ഗോവർദ്ധനം സന്ദർശിക്കാൻ സാധിക്കാത്തവർ നാരായണീയത്തിലെ ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദ പട്ടാഭിഷേകം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നത് സർവ്വ പാപമോചനവും സർവ്വ ഐശ്വര്യങ്ങളും നൽകും. പാപമോചന ഏകാദശി ദിവസം ഗോവർദ്ധനോദ്ധാരണവും ഗോവിന്ദ പട്ടാഭിഷേകവും പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും വളരെയധികം ഐശ്വര്യപ്രദമാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദീപം തെളിയിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലി പൂർണ്ണവ്രതമായി എടുക്കാൻ പറ്റുന്നവർ അങ്ങനെ, അല്ലാത്തവർ പഴങ്ങളും ഇളനീരും ഭക്ഷിച്ച് വ്രതമെടുക്കണം. ഭഗവത് നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവരും പാപമോചന ഏകാദശി വ്രതമെടുത്ത് ഭഗവാനെ സ്തുതിച്ച് നാമങ്ങൾ ചൊല്ലി നാരായണീയം പാരായണം ചെയ്ത് സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തി നേടി ഭഗവത് സന്നിധി പോകാനും ഭഗവാന്റെ അനുഗ്രഹത്തോടെ നല്ല ജീവിതം നയിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.